രാവിലെ എണീറ്റ് ഉറക്കപ്പിച്ചിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തോട്ട് ആരും നോക്കണ്ട. കാര്യത്തിലേക്ക് വരാം. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു അടിപൊളി ലഞ്ച്. 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞൊരു മടി പിടിച്ചൊരു ദിവസമാണ്. അപ്പം നമുക്ക് പരിപാടി എളുപ്പമാക്കണം. അപ്പോൾ അതാ കൊടുത്തു വിടാൻ എളുപ്പത്തിന് ഇതാ ഒരു ചോറ് വെക്കാൻ പോയിട്ട് അപ്പോൾ ആദ്യം തന്നെ അരി ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെച്ചു. ഞാൻ നീളമുള്ള അരിയാണ് കേട്ടോ എടുത്തത്. പിന്നെ ഒരു കുക്കർ അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് 1 സ്പൂൺ പശു നെയ്യും ബാക്കി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ സ്പൈസസ് ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴേ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ള കളറിലെ ചിക്കൻ പുലാവാണ് കേട്ടോ. എന്താ ഈ വെള്ള കളറെന്ന് വെച്ചാലേ, വെള്ള കളറെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, അതാണ് കാര്യം. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വീണ്ടും വരാം. അപ്പോൾ സവാള ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ടതാ ഇതുപോലെ വറുത്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. കാണുന്ന പോലല്ല, സാധനം പൊളിയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഒന്നുമില്ല, ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ. പിന്നെ 2-3 പച്ചമുളകും ഒരു തക്കാളി ഇങ്ങനെ അരിഞ്ഞ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഗരം മസാലപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഇത്ര മതി കേട്ടോ. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കും, കുറച്ച് കൂടുതൽ തൈര് ഒഴിച്ചു കൊടുത്തോ. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ച് നല്ല സെറ്റാക്കി അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. എത്ര അരി എടുക്കുന്ന അതിൻ്റെ ഇരട്ടി വെള്ളം കേട്ടോ ഞാൻ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ വെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഇതുപോലെ വെട്ടിത്തിളയ്ക്കുന്ന ആ വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരിയില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കുക്കർ അങ്ങ് അടയ്ക്കാം. കുക്കർ അടച്ച് ഒരു 2 വിസിൽ അത് മതി. അത് കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ, വിസിലടിച്ച് കഴിഞ്ഞ് കുക്കറങ്ങ് ഓഫ് ചെയ്ത് ആവി പോയി കഴിയുമ്പോൾ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ വെള്ള കളറിൽ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായോ വെള്ള പുലാവ് എന്താണെന്ന്? ഇതാണ് കാര്യം. മഞ്ഞൾപ്പൊടി ചേർക്കാത്തതുകൊണ്ട് അതിനൊരു വൈറ്റിഷ് കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സംഭവം കാണുന്നതല്ല കേട്ടോ, പൊളിയാണതാ. കഴിച്ച് നോക്കണം, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വെറും വയറ്റിൽ ഒരു ശകലം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. പൊളിയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. അപ്പോൾ അയാനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ വെറുതെ എളുപ്പ പരിപാടിയല്ലേ, രാവിലെ പിള്ളേർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് കൊടുത്തു വിടാൻ പറ്റും കേട്ടോ. വിത്തിൻ 10 or 15 minutes. 10 എന്നേ പറഞ്ഞില്ല, അരി നേരത്തെ കുതിരാനിടണേ. അപ്പോൾ ഓക്കെ, ബൈ.